Today's topic is multiple fruits. This is the last topic of the chapter fruits. In the last videos, we discussed what is a simple fruit, what is an aggregate fruit, what are the different types of simple and aggregate fruits. Today, we will discuss what is a multiple fruit and what are the different types of multiple fruits. What do you mean by a multiple fruit? എന്തായിരിക്കും ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ട്? നമ്മൾ ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ഫ്രൂട്ടിന് സിമ്പിൾ ഫ്രൂട്ട് എന്ന് വിളിച്ചു. ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരുപാട് ഫ്രൂട്ട്സിന് എഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് വിളിച്ചു. ദെൻ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് it is the formation of a single fruit from an inflorescence. ഒരു ഹോൾ ഇൻഫ്ലോറസൻസ്, ആ ഇൻഫ്ലോറസൻസിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഓവറീസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുക. സോ സിംപ്ലി ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ സിംഗിൾ ഫ്രൂട്ട് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്. Multiple fruits are otherwise called composite fruits or infrurescence. And I already told you that multiple fruits are formed from an entire inflorescence. So, it consists of several ovaries and other floral parts such as bracts, pedicels, receptacles, etc. It means that a multiple fruit is formed by the fusion of ovaries and other floral parts such as bracts, pedicels, receptacles, etc. of entire flowers of an inflorescence. There are three different types of multiple fruits: Psychonus, Sorosis, and Xenocarpium. First type of multiple fruit is Psychonus. Psychonus fruit develops from a hypanthodium inflorescence. What is a hypanthodium inflorescence? It is a special or mixed inflorescence found in the genus Ficus of the family Moraceae. Then, പിന്നെ എന്തൊക്കെയാ features? Here receptacle is modified into a cup-shaped structure. It has an opening at the top which is called ostiole. Then sessile and unisexual flowers are arranged inside this cup-shaped receptacle. ഇങ്ങനെയുള്ള ഈ കപ്പ് ഷേപ്പ്ഡ് റിസപ്റ്റക്കിളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഈ മിക്സഡ് ഓർ സ്പെഷ്യൽ ആയിട്ടുള്ള എൻറ്റയർ ഇൻഫ്ലോറസൻസ് ഒരു ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സൈക്കോണസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുക. സോ സിംപ്ലി സൈക്കോണസ് ഡെവലപ്പ് ഫ്രം എ hypanthodium inflorescence. So Psychonus develops from a hypanthodium inflorescence, which is the characteristic feature of genus Ficus of Moraceae. The typical inflorescence of Psychonus, which is the typical inflorescence of Psychonus? Hypanthodium. Hypanthodium consists of hollow or cup-shaped or pear-shaped fleshy receptacle which forms the edible part of the fruit. നമ്മൾ ആ എൻറ്റയർ ഫ്രൂട്ട്, അത്തിപ്പഴമാണ് ഇതിൻ്റെ മലയാള നെയിം. നമ്മൾ അത്തിപ്പഴം എൻറ്റയർ ഫ്രൂട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. കാരണം അതിൻ്റെ ഉള്ളിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇൻസെക്റ്റാണ് ഇത് പോളിനേറ്റ് ചെയ്യുന്നത്. വൺസ് ഓസ്റ്റിയോളിൻ്റെ ഉള്ളിലൂടെ ഇൻസെക്റ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനെ ടച്ച് ചെയ്തിട്ടാണ് പോളിനേഷൻ നടക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഫീമെയിൽ ഫ്ലവറിൻ്റെ ഓവറി എന്തായിട്ട് മാറും? ഒരു കുഞ്ഞു ഫ്രൂട്ടായിട്ട് മാറും. ആൻഡ് ദ ഫ്രൂട്ട്, ആക്ച്വൽ ഫ്രൂട്ട് ഓഫ് ദി സൈക്കോണസ് മൾട്ടിപ്പിൾ ഫ്രൂട്ടസ് അക്കീൻ. അതായത് ഓരോ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെയും ഓവറി അക്കീൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓരോ അക്കീൻസിനെ അല്ല കഴിക്കുന്നത്, എൻറ്റയർ
ഫ്ലഷി റിസപ്റ്റക്കിൾ അടക്കമാണ് നമ്മൾ ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അക്കീൻസ് മാത്രമായിരുന്നെങ്കിൽ അത് ഓരോ ഫ്ലവറിന് ഫോം ചെയ്യുന്ന ഓരോ ഫ്രൂട്ടായിട്ട് മാറിയേനെ. പക്ഷെ നമ്മൾ ആ എൻറ്റയർ ഇൻഫ്ലോറസൻസ് മൊത്തം കഴിക്കുന്നതുകൊണ്ടാണ് അതൊരു മൾട്ടിപ്പിൾ ഫ്രൂട്ടായിട്ട് മാറിയിട്ടുള്ളത്. ആൻഡ് എക്സാമ്പിൾ ഫോർ സൈക്കോണസ് ഫ്രൂട്ടസ് ഫൈക്കസ് കാരിക്ക, ഫിഗ്, ഫൈക്കസ് ബംഗാളൻസിസ്, ബനിയൻ, ഫൈക്കസ് റിലീജിയോസ, people, etc. And the second type is Sorosis. Sorosis usually develops from a spike or catkin or spadix inflorescence. All these inflorescences are racemose type inflorescence, and in this inflorescence flowers are fused by their succulent tepals or petals, and axis bearing flowers become fleshy and woody. അതായത് ഫ്ലവേഴ്സിൻ്റെ ടെപ്പൽസ് ഒരു പെരിയാന്ത് അതേപോലെ ആക്സിസ് ഓഫ് ദ ഫ്ലവറും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു എൻറ്റയർ ഇൻഫ്ലോറസൻസ് ഒരു സിംഗിൾ ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ സോറോസിസ് ഇസ് ജാക്ക്ഫ്രൂട്ട്, ആർട്ടോകാർപ്പസ് ഹെട്രോഫില്ലസ്, and also Morus alba mulberry. I already told you that jackfruit is an example for Sorosis. We can easily understand or learn Sorosis with the help of jackfruit. Inflorescence of jackfruit is unisexual and also it is a spike inflorescence. What is a spike inflorescence? It is a type of racemose inflorescence in which sessile flowers arranged acropitally on an unbranched inflorescence axis. So here also inflorescence axis is unbranched and flowers are sessile. We can see separate male and female spike inflorescence in jackfruit. നമ്മൾ ജാക്ക്ഫ്രൂട്ട് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ താഴെ വീഴും കിടക്കുന്ന ഇൻഫ്ലോറസൻസ് കാണാറുണ്ട്. അതേപോലെ ജാക്ക് ഫ്രൂട്ടിൻ്റെ മുകളിൽ ഗ്രീൻ കളറായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലോറസൻസും കാണാറുണ്ട്. അതിങ്ങനെ വലുതായി വന്നിട്ടാണ് അത് ജാക്ക് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതായത് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റിൽ മെയിൽ ഇൻഫ്ലോറസൻസും ഉണ്ട്, ഫീമെയിൽ ഇൻഫ്ലോറസൻസും ഉണ്ട്. ജാക്ക് ഫ്രൂട്ടിന് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫ്ലോറസൻസ് പ്രസൻ്റ് ആണ്. സോ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞത് അതിൻ്റെ മെയിൽ ഇൻഫ്ലോറസൻസ് ആണ്. ആൻഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ കളർ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞത് ഫീമെയിൽ ഇൻഫ്ലോറസൻസ് ആണ്. അതാണ് ഒരു ജാക്ക് ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. ഫീമെയിൽ ഇൻഫ്ലോറസൻസ് ഓഫ് ജാക്ക് ഫ്രൂട്ട് converts into an actual jackfruit. When we cut a jackfruit longitudinally into two halves, we can see a central axis at the middle portion of the jackfruit, which represent the floral axis or peduncle or rachis. അതായത് നമ്മളൊരു ജാക്ക് ഫ്രൂട്ടിനെ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ആക്സിസ് കാണാൻ പറ്റും. മലയാളത്തിൽ അതിനെ കൂഞ്ചി എന്നാണെന്ന് തോന്നുന്നു പറയുക. ആൻഡ് ആ കൂഞ്ചി അല്ലെങ്കിൽ ആ സെൻട്രൽ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ് ആണ്. ഏതിൻ്റെ? ആ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇൻഫ്ലോറസൻസിൻ്റെ ആക്സിസിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് ആക്സിസിനെ പറയുന്ന വേറൊരു പേരാണ് പിഡങ്കിൾ അല്ലെങ്കിൽ റാച്ചിസ്. സോ ദിസ് സെൻട്രൽ ആക്സിസ് റെപ്രസെൻറ്റ് പിഡങ്കിൾ ഓർ റാച്ചിസ് ഓർ മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ്. ആൻഡ് ദ സ്വീറ്റ് edible flakes of jackfruit which we usually use it to eat represent the perianth of flowers. നമ്മൾ എഡിബിൾ ആയിട്ടുള്ള കഴിക്കുന്ന ചക്കയുടെ ചോള പെരിയാന്ത് ലോബ്സ് ആണ്. സോ ഇൻ ജാക്ക് ഫ്രൂട്ട് പെരിയാന്ത് ലോബ്സ് മോഡിഫൈഡ് ഇൻ ടു തിക്ക് ഫ്ലഷി സക്യുലൻറ്റ് ആൻഡ് എഡിബിൾ പാർട്ട് ഓഫ് ദ ഫ്രൂട്ട്. Inside these edible portion we can see a membranous bag. Inside this bag a seed is also present. The membranous bag present inside the edible flakes represent the pericarp.
And between these edible, fleshy, succulent flakes, there are numerous flat, elongated, whitish structures present which represent sterile or unfertilized flowers. They are usually not edible, but sometimes they are sweet in taste. These non-edible whitish structures found between edible flakes represent sterile or unfertilized flowers. The hard projecting portions seen outside the jackfruit represent external sheaths, and these external sheaths are formed by the fusion of stigmas of each and every flower of the jackfruit inflorescence. And through the center of this external sheath, style of the flowers passes. ജാക്ക്ഫ്രൂട്ടിൻ്റെ ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഇൻഫ്ലോറസൻസിൻ്റെ ആക്സിസ് ആണ് ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ആ ഒരു സെൻട്രൽ ആക്സിസ്. ദെൻ ഇൻഫ്ലോറസൻസിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫ്ലവേഴ്സിൻ്റെ പെരിയാന്ത് ഓർ ടെപ്പൽ, അതായത് കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്ത ടൈപ്പ് ഫ്ലവേഴ്സിലാണ് ടെപ്പൽസ് ഓർ പെരിയാന്ത് കാണുക. ഈ ടെപ്പൽസ് ഓർ പെരിയാന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എഡിബിൾ ഫ്ലേക്സ് കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന പോർഷൻ. ദെൻ ആ കഴിക്കുന്ന പോർഷൻ്റെ ഉള്ളിലുള്ള നമ്മൾ ആ ഒരു സീഡിൻ്റെ പുറത്തുനിന്ന് ഒരു കവർ ഒഴിവാക്കാറുണ്ട്, ഒരു കവർ ടൈപ്പ് മെംബ്രേനിയസ് ബാഗ്. അതാണ് ശരിക്കും അതിൻ്റെ പെരികാർപ്പ്. പെരികാർപ്പ് എന്താ? ഫ്രൂട്ട് വാളാണ്. ദെൻ ഉള്ളിൽ പിന്നെ നമുക്ക് സീഡ്സ് കിട്ടും. ദെൻ എഡിബിൾ ഫ്ലേക്സിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ, നമ്മൾ ചിലപ്പോൾ നല്ല സ്വീറ്റ് ടേസ്റ്റുള്ള ചക്കയിലൊക്കെ നമ്മളത് കഴിക്കാറുണ്ട്. ആ എന്താ പറയുക, റെപ്രസെൻറ്റേഷൻ പോലെ ഉണ്ടാവും. ആ ഒരു എഡിബിൾ ഫ്ലേക്സിൻ്റെ ഒരു സ്മോൾ റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്ക് അൺഫെർട്ടിലൈസ്ഡും സ്റ്റെറൈലും ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. കാരണം എല്ലാ ഫ്ലവേഴ്സിലും എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഒരു ഇൻഫ്ലോറസൻസിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. സോ എല്ലാ ഫ്ലവേഴ്സിലും ഫെർട്ടിലൈസേഷൻ നടക്കാതെ അൺഫെർട്ടിലൈസ്ഡും സ്റ്റെറൈലും ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് അതിൻ്റെ ഇടയിൽ കാണുന്നത്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ളത് മാത്രമാണ് എഡിബിൾ ഫ്ലേക്സ് ആയിട്ട് മാറുന്നത്. ദെൻ ചക്കൻ്റെ പുറത്തുള്ള ആ ഒരു മുള്ളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ഫ്ലവേഴ്സിൻ്റെയും സ്റ്റിഗ്മനെയാണ്. സോ എത്ര മുള്ളുണ്ടോ അത്രത്തോളം ഫ്ലവേഴ്സ് ഒരു ചക്കേൻ്റെ ഇൻഫ്ലോറസൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മൊത്തമായിട്ട് എന്ത് നടക്കൂല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. കുറച്ചെണ്ണം മാത്രമേ നടക്കുന്നുള്ളൂ. നടക്കുന്നതിനനുസരിച്ചിട്ടാണ് ചക്കേൻ്റെ എഡിബിൾ ഫ്ലേക്സ് കൂടി വരിക. ഫെർട്ടിലൈസേഷൻ നടന്ന സ്ഥലത്ത് മാത്രമേ എഡിബിൾ ഫ്ലേക്സ് ഫോം ചെയ്യൂ എന്ന് പറയാൻ കാരണം എഡിബിൾ ഫ്ലേക്സിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ സീഡ്സും പെരികാർപ്പും കാണാറ്. പെരികാർപ്പ് എന്ന് പറയുന്നത് മെംബ്രേനിയസ് ബാഗാണ്. സോ ഫെർട്ടിലൈസേഷന് ശേഷമാണ് എഡിബിൾ ഫ്ലേക്സ്, അതായത് അതിൻ്റെ പെരിയാന്ത് മോഡിഫൈ ചെയ്തിട്ട് എഡിബിൾ ഫ്ലേക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ സിംപിളി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ദർ ഈസ് എ സെൻട്രൽ ആക്സിസ് വിച്ച് റെപ്രസെൻറ്റ് ദ മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ് or peduncle or rachis, and the sweet edible flakes present inside the jackfruit represent the perianth, and the membranous bag inside these edible flakes represent pericarp, and inside this pericarp modification we can see a seed, and between the edible flakes there is the representations of sterile and unfertilized flowers, and the hard projecting portion seen outside the jackfruit represent the stigma of each and every flower. Last type of multiple fruit is Xenocarpium. Pineapple is an example for Xenocarpium fruit. Here also the whole inflorescence is converted or modified into a single fruit. Here also we can see a central axis at the center which continues to grow beyond the fruit and produces a few leaf-like bracts called sterile bracts which forms a crown above the fruit.
On the surface of the fruit, we can see numerous polygonal areas. Each polygonal area represents a single flower and its associated bracts. സോറോസിസ് പോലെ തന്നെ സീനോകാർപ്പിയത്തിനും ഒരു ലോങ് സെൻട്രൽ ആക്സിസ് പ്രസൻ്റ് ആണ്, വിച്ച് റെപ്രസെൻറ്റ് മെയിൻ ഇൻഫ്ലോറസൻസ് ആക്സിസ് ഓർ പിഡങ്കിൾ. ആൻഡ് ഈ പിഡങ്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ട് ഫ്രൂട്ടിന് പുറത്തൊരു ക്രൗൺ ഫോം ചെയ്യും. ആൻഡ് ദിസ് ക്രൗൺ റെപ്രസെൻറ്റ് സ്റ്റെറൈൽ ബ്രാക്ട്സ്. ആൻഡ് ഫ്രൂട്ടിന് ചുറ്റും അല്ലെങ്കിൽ ഫ്രൂട്ടിന് കവർ ചെയ്ത് കാണുന്ന പോളിഗണൽ സ്ട്രക്ചർ പ്ലസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മുള്ള് പോലത്തെ ഭാഗമുണ്ട്. ആ മുള്ള് പോലത്തെ ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ബ്രാക്റ്റാണ്. സോ പോളിഗണൽ സ്ട്രക്ചർ പ്ലസ് ബ്രാക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫ്ലവറിനെയാണ്. സോ ഹോൾ ഇൻഫ്ലോറസൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സിംഗിൾ ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആർ ദ ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം എ ഹോൾ inflorescence, and there are 3 different types of multiple fruits: Psychonus, Sorosis and Xenocarpium.